ഓക്കെ, അപ്പോ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് ആയോ അല്ലെ? അത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹിറ്റ് FM തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരുപാട് മൈൽ സ്റ്റോണുകളുടെ ഭാഗമായ ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡും ആ ബ്രാൻഡിന്റെ സിനിമസ് ആയിട്ടുള്ള വ്യക്തിയും എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അടുപ്പമുള്ള, മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അടുത്തറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് വീണ്ടും നമുക്കൊരു ഇൻ്റർവ്യൂ ഇവിടെ വരുന്നത്. ആൻഡ് ഡോക്ടർ റോയിനെ പറ്റി പറഞ്ഞ് ഓർത്തല്ലാണ്ട് വി കൻ നോട്ട് സ്റ്റാർട്ട് ദിസ് കോൺവെർസേഷൻ. ഡോക്ടർ എന്ന് പറയുന്ന ആൾ വിട്ടിട്ട് പോകുന്ന വാക്വം അത് ഫില്ല് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് രോഹിത്. ഐ നോ ദാറ്റ് ഒരു ഹ്യൂജ് സ്പേസിലോട്ടാണ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു. ആൻഡ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഐ മീൻ വി ലുക്ക് അപ്പ് ടു ഹിം ആൻഡ് ആസ് എ സൺ ഐ നോ ഹൗ യു വർ. അത്രയും ലുക്കപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് സഡൻ വാക്വമാണല്ലോ ഉണ്ടായതും. ആൻഡ് നൗ getting into the whole process of things. Exactly. How is confidence shaping? As an organization, we're still, going ahead with all the projects, everything that we planned Absolutely, already. Yeah. And I think as the structure was already set by him. So the structure was already there. Yeah. So that's why we can, push. He always used to say, "I'm just doing my retirement year. I have the whole structure set in and it will work on its own." അല്ലേ, അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. സോ ആ സ്ട്രക്ചർ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞ അത്രയും കണ്ട് സെറ്റായിട്ടാണ് ചെയ്തിരുന്നത്. എൻ്റെ MD ഓഫ് കോഴ്സ് കൊച്ചി ഓപ്പറേഷൻസ് മുഴുവൻ അങ്ങനെ ഇത് മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് നമ്മുടെ പ്രോജക്ട്സിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അന്ന് പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പറ്റി കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തത് ആ ഒരു അല്ല, അത് സീരിയസ് കേസ് ആയിരുന്നു. ധാരാളം ആൾക്കാർ ഓഫീസിലേക്ക് വരാനൊക്കെ തുടങ്ങി, സ്റ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനൊരു പ്രസ് മീറ്റ് നടത്തി. എല്ലാ മീഡിയക്കാരും ഉണ്ടായിരുന്നു. നമ്മൾക്കറിയാലോ എന്താ സംഭവിക്കുക, എന്ത് സംഭവിക്കില്ലാന്ന്. ബിക്കോസ് ഫ്രം ദ ഡേ വൺ കമ്പനിയിലുണ്ട്. അന്നോട്ട് ഇന്ന് വരെ കമ്പനീനെ ഓടിച്ചുകൊണ്ടിരിക്കും. കമ്പനി നത്തിങ് ടു വറി. അപ്പോൾ അവർക്ക് അന്ന് ചെയർമാനാണെന്നുള്ളവരുടെ എല്ലാം ഫേസ്, അപ്പോൾ അവരുടെ എല്ലാം ഹോപ്പ് നഷ്ടപ്പെട്ടു പോലെ. ഈവൻ ഇന്നലെ ഒരു 2 ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളൊന്ന് ഭയപ്പെട്ടു. അവർ നമ്മൾ 2-3 പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രസ് മീറ്റിൽ എല്ലാം ക്ലിയറായി. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാനത് പറഞ്ഞു. ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്, ഇറ്റ്സ് നോട്ട് ഫാബ്രിക്കേറ്റഡ്. അല്ല, ഞാനതാ പറഞ്ഞത്. ഞാൻ കോൺഫിഡൻറ്റ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഓൾറെഡി ഡോക്ടർ റോയ് ഉണ്ടാക്കി വെച്ചൊരു സ്ട്രക്ചർ വാസ് ഓൾറെഡി ദേർ. ആൻഡ് അവിടെ MDക്കും അവിടെ കൊച്ചിയുടെ കാര്യത്തിൽ ഫ്രീ ഹാൻഡാണ് നൽകിയിരുന്നത് ഇതെല്ലാം ചെയ്യാനായിട്ട്. ഒരു കാര്യം എന്താ പറയുക, മിഥുൻ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ എനിക്ക് നമ്മളൊക്കെ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ആദ്യം ഡേ 1 മുതൽ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ കൂടെ നിന്നിട്ടുള്ള സ്റ്റാഫ്സ് അവര് ഇന്നും ഇല്ല നഷ്ടപ്പെടാതെ അവര് ഇന്നും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമിന്, അതായത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞത് എങ്ങനെയാ അത് ബിൽഡ് ചെയ്തത്? ഇപ്പോ കേരളത്തിലെ 19 years 20 years ആയിട്ടുള്ള ആൾക്കാരുടെ കൂടുതലും എൻ്റെ കൂടെ ഉള്ളത്. ബിക്കോസ് അത് നമ്മള് ആ ടീമിനെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് വേണ്ടുന്ന പ്രിഫറൻസ് എല്ലാം കൊടുക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ സ്നേഹിക്കുക. അതേപോലെ അവരും എൻ്റെ ഒരു പ്രിൻസിപ്പിള്, നിങ്ങളത് ഓൺ പ്രോപ്പർട്ടി എന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ടാവണം. ഇറ്റ്സ് നോട്ട് കോൺഫിഡൻറ്റ്. ദിസ് ഇസ് നോട്ട് റോയ് സാർ, ദിസ് ഇസ് നോട്ട് ജോസഫ് സാർ, ദിസ് ഇസ് നോട്ട് റോയ് സാർ, ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി. ദാറ്റ് ഫീൽ ഷുഡ് ബി ദെയർ. അങ്ങനെയുള്ള ഒരു എല്ലാ സ്റ്റാഫിലും അദ്ദേഹം അത് ഇൻസ്റ്റിൽ ചെയ്യുകയും ചെയ്യുമായിരുന്നല്ലോ. പാർട്ടീസ് ദാറ്റ് വി യൂസ്ഡ് ടു ഹാവ്, ഐ മീൻ എവറി അതർ ടൈം. ഇപ്പൊ ബാംഗ്ലൂരും കൊച്ചിയും തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. അതായത് ഞാനെപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വെച്ചാല്, ഈ ബാംഗ്ലൂർ ഓഫീസുണ്ട്, കൊച്ചി ഓഫീസുണ്ട്. ദുബായ് നമുക്ക് ഇവിടെയാണ്, അത് നമ്മുടെ കുറച്ചുകൂടി പേഴ്സണൽ സെലിബ്രേഷൻ ആണ്. ബട്ട് ബാംഗ്ലൂർ ഓഫീസും കൊച്ചി ഓഫീസും തമ്മിൽ എപ്പോഴും മത്സരമാണ്. ആരാണ്
കുറച്ചുകൂടി നന്നായിട്ട് ഡോക്ടർ റോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അല്ലേ? അത് ഞാൻ പറയുന്ന ആ കാലഘട്ടം നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇപ്പം എം ഡി പറഞ്ഞ പോലെ തന്നെയാണ്. ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഹി ഹാഡ് ആക്ച്വലി പുട്ട് ഇൻ എല്ലാവരിലും ഒരു സീഡ് അത് ഉണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ റോഹിത് അഗൈൻ നമുക്ക് ആൻഡ് വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഡോക്ടർ നമുക്ക് വിട്ടുപോയത്. ആൻഡ് യു ഓൾറെഡി അനൗൺസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഇത് ബ്രേക്കിങ്ങിന് നമ്മൾ ഒരുമിച്ച് പോയതാണ്. ഇവിടെ നമ്മുടെ കോൺഫിഡന്റിന്റെ ലങ്കാസ്റ്റർ കഴിഞ്ഞ അടുത്ത പ്രോപ്പർട്ടി സെറ്റ് ആവുകയായിരുന്നു. ആൻഡ് that is also going through അല്ലേ? ആണ് അതിന്റെ സാധാരണ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബുക്കിംഗ് തീരുമല്ലോ. ഇപ്പൊ is it still available? Units available? As of now, no. No. Most of them are. പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേരളത്തില് ഇപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റില് ഒരു ബൂം, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇവിടെ ഓൺ ചെയ്യുന്നതിന്റെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ശീലം കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതിനേക്കാളും കൂടുതലാണ് പ്രവാസികൾക്ക് എപ്പോഴും നാട്ടിലൊരു വീട് ഓൺ ചെയ്യാന്നുള്ളത്. എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു മുറ്റമുള്ള വീടായിരിക്കണം നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്ന് കാലങ്ങളോളം അപ്പാർട്ട്മെന്റിൽ ജീവിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ മുറ്റമൊക്കെ ഇഷ്ടമാ, പക്ഷെ കുറച്ചും കൂടി കംഫർട്ടബിൾ അപ്പാർട്ട്മെന്റ്സ് ആണ്, കുറെ കൂടി സൗകര്യം നമുക്ക് അപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഇവിടുത്തെ പ്രവാസികൾ നാട്ടിൽ വന്ന് വാങ്ങിക്കുന്ന ഒരു രീതി, അതിൽ വലിയ മാറ്റങ്ങൾ, ഈ പറഞ്ഞ മാറ്റങ്ങൾ, കൂടുതൽ ആൾക്കാർ ഇപ്പോഴും മുറ്റമുള്ള വീട് വേണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണോ, അപ്പാർട്ട്മെന്റ് ഏതാണ്? അവർക്ക് ആ ആഗ്രഹമുണ്ട്, അതെല്ലാം എല്ലാവർക്കും ആവശ്യമുണ്ട് ഒരു വില്ല അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലേക്ക്. പക്ഷെ ഇന്നത്തെ ഭൂമി വിലകൾ അതുപോലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും സാധിക്കാത്ത ഒരവസ്ഥ. റിമോട്ട് ഏരിയയിൽ പോയിട്ടല്ലല്ലോ വീടുണ്ടാക്കുക. ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിറ്റിക്കകത്ത് വേണം. സിൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു ലെഗസിയുടെ കാര്യം പറഞ്ഞു, അവിടുത്തെ സ്ഥലത്തിന്റെ വില 60 ലക്ഷം രൂപ സെന്റിന്. ലെഗസിയെ മൊത്തമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ഇവണ് വില്ലേജുകളിൽ റേറ്റ് വന്നിട്ട് സെന്റിന് 8-10 ലക്ഷം രൂപയ്ക്ക് ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വരുമ്പോ ഇത് ചെയ്യാൻ പറ്റാത്ത, പക്ഷെ അതുകൊണ്ടാണ് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട് അവിടെ, നല്ലൊരു സേഫ്റ്റി, കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ട്. മറ്റത് വില്ലേക്ക് ആകുമ്പോൾ അങ്ങോട്ട് മാറി അവർ മാത്രമാവുന്നു. ഇതാവുമ്പോ ടോട്ടൽ എല്ലാ, ഞാനെപ്പോഴും പറയാറുണ്ട്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും, ഓണം സെലിബ്രേറ്റ് ചെയ്യും, റംസാൻ സെലിബ്രേറ്റ് ചെയ്യും, എല്ലാവരും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് ജീവിക്കാം. ഇതിപ്പോ വില്ലകളാകുമ്പോ എന്താ സംഭവിക്കണേ? ആ വില്ലയിൽ മാത്രം കോൺസെൻട്രേറ്റ്, അയൽവക്കക്കാരൊക്കെ പോലും ഇപ്പോഴും മതിലുകളുണ്ടല്ലോ അവിടെ. വില്ല എന്ന് പറയുമ്പോൾ മതിലുകളുണ്ടല്ലോ. അതാണ് ഗുഡ് തിങ് അബൌട്ട് അപ്പാർട്ട്മെന്റ്സ് ആർ ദാറ്റ്, റൈറ്റ്? But I think legacy in general is going to give you that feeling of living in a villa within an apartment. Hey, and tell me again, what a name to be had. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം വിട്ടുപോയി തന്ന ലെഗസിയാണ് 20 years കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലെഗസി. ഡോക്ടർ റോയ് ഉണ്ടാക്കിയ ആ ലെഗസിയെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് കോൺഫിഡന്റ് ലെഗസി, അല്ലേ? അതിന്റെ പറയുമ്പോൾ ഒരു കാര്യം, ആ പ്രോജക്റ്റ് ഞാൻ പ്ലാൻ ചെയ്യണത് തന്നെ 2004 പ്ലാൻ ചെയ്യണത്. എൻ്റെ പ്രോജക്റ്റൊക്കെ തുടങ്ങി. പിന്നെ കേരളത്തിൽ അറിയാമല്ലോ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് 2006 ഈ 20 years നമ്മൾ 20 yearsന് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്ന ഫെബ്രുവരി 12 ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്ന കൊച്ചിയിലായിരുന്നു. ഈവൻ എന്താണ് മറ്റേ ഡ്രമ്മിസ്റ്റ് ഉണ്ടല്ലോ, മണിയോ ശിവമണീനെ വരെ ബുക്ക് ചെയ്തിരുന്നു. ഓ അതല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പുള്ളി ഇല്ലാതായിപ്പോയി. ലെഗസിക്ക് 2 പറഞ്ഞു. ഒന്ന് ഒരു സങ്കടകരമായ ഒരു ഇതുണ്ടായാല്, ഇപ്പുറത്ത് സന്തോഷകരമായ ഇതുണ്ട്. ഞങ്ങളിത് രണ്ടും കൂടി കൂട്ടി വയ്പ്പിച്ചിട്ട് പോവാം. അല്ല, ഞാനതാ പറഞ്ഞത്. ഞാൻ പറയുന്നത് ആ ലെഗസി സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ലെഗസി സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അപ്പാർട്ട്മെന്റുകൾക്ക്
ഈ നേരത്തെ MD പറഞ്ഞ പോലെ നമുക്ക് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കോൺഫിഡന്റ് കൊണ്ടുവന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റ്സ്, അതും ആ പ്രീമിയം ക്വാളിറ്റിയും കൊടുത്തുകൊണ്ട് ലൊക്കേഷൻസും പ്രീമിയം. സോ ആ സംഭവത്തിന്റെ റെവല്യൂഷൻ വന്നു. ആൻഡ് ദെൻ ഇതിന്ന് പിന്നീട് വളർന്നതെന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പും കൂടിയാണല്ലോ. ബാംഗ്ലൂരും കൊച്ചിയുമായിട്ട് UAE-യുമായിട്ട് ഇറ്റ് ഹാസ് ഗ്രോൺ ടു ദാറ്റ് ലെവൽ. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ അപ്പുറം ഒരു ലൊക്കേഷൻ എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറയൂ. ഞാൻ പറയുന്നത് ഹാർട്ട് ഓഫ് ദി കൊച്ചിൻ സിറ്റി. ഞാൻ തന്നെ പറയുന്നത് ബാങ് ഓൺ ദ റോഡ്, ഓൺ ദ ഹൈവേ. പിന്നെ ഞാൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നൊരു ലേഡീസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം കംപ്ലീറ്റ് ബുട്ടിക്സ് ആണ് ഇവിടെ. ഹബ്ബാണ്, ബുട്ടിക്സ് ഹബ്ബാണ്. അനുരേഷ്മ ലേബലം അങ്ങനെ പാരീസ്, മറ്റത് സിൽക്കി, 10-12 ഉണ്ട്. പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞതിന്റെ പേര് ഇപ്പൊ വീട്ടിൽ നിന്ന് പ്രശ്നമാവില്ല ഇത് ബുക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഇതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. അല്ല, 100% നമ്മൾ ഏതൊരാള് വാങ്ങിക്കുമ്പോ അഫോർഡബിലിറ്റി ഒരു മെയിൻ കാരണമല്ല എന്നല്ല, പിന്നെ ലൊക്കേഷൻ ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇത് കിട്ടുന്ന ലൊക്കേഷൻ ഭയങ്കരമാണ്. കാരണം ഞാൻ പറഞ്ഞ ഹോളിഡേ ഇന്നിന്റെ അവിടെ നിന്ന് കുറച്ച് തൊട്ടപ്പുറത്ത് മാക്ഡൊണാൾഡ്സിന്റെ അടുത്തായിട്ട് വരും. മനസ്സിലായി, എന്റെ മുന്നിൽ റോഡ് ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും. കോൺഫിഡന്റ് ഓഫീസും അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പൊ അവിടെയാണ് ലെഗസി വരാൻ പോകുന്നത്. ഞാൻ തിരിച്ച് ആ പോയിന്റിലേക്ക് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് രോഹിത് പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ വളരെയധികം ഒരു ഹൈലൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് അപ്പാർട്ട്മെന്റ് പക്ഷെ ജീവിക്കുമ്പോൾ ഒരു വില്ലയിൽ ജീവിക്കുന്ന ഫീൽ വരും എന്നാണ് ലെഗസിയെ കുറിച്ച് പറഞ്ഞത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതെങ്ങനെയാണ് അത് ഉദ്ദേശിച്ചെന്നുള്ളത്? അത് ഫോർ സൈഡ് വെന്റിലേഷൻ അതിനകത്തുള്ള, മനസ്സിലായില്ലേ? ഫോർ സൈഡ് വെന്റിലേഷൻ എല്ലായിടത്തും ഡെഫിനറ്റ്ലി ഫോർ സൈഡ് ആവില്ല, 3.75% ആവും. മനസ്സിലായി. എന്തെങ്കിലും ഒരു കണക്ഷൻ വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വീടുമായിട്ട് ബന്ധപ്പെടുന്നല്ലോ, അല്ലെങ്കിൽ ഒറ്റക്ക് സ്പൈഡർമാനെ. അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതാണ്. എല്ലാം ഡിറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ടൊരു ഇത് ചെയ്ത് ഇന്നിപ്പോ ഫാമിലി ലൈഫ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. പാരന്റ്സിനെയൊക്കെ വളരെ ദുഃഖകരമാണ്. എല്ലാവരെയും ഈ 5-star ഹോട്ടൽ സ്റ്റൈലിലുള്ള ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും കൊണ്ടുപോയാക്കുന്നത് ശരിയല്ല. അവരുടെ ഉള്ളിൽ ഭയങ്കര തീ കത്തുന്നുണ്ടെന്നുള്ള ഞാൻ പറയാം. അപ്പൊ അതിനുകൂടി വെച്ചുകൊണ്ട് ഇതിനകത്ത് 4 ബെഡ്റൂമിന്റെ അകത്ത് നമ്മൾ എൽഡേഴ്സിന് വേണ്ടിയുള്ള ഒരു റൂം ഉണ്ട്. അതുണ്ടാക്കിയത് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് എടുക്കുക. അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നല്ല R&D ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇവൻ എവറിത്തിങ് ഈസ് വെരി കംഫോർട്ടബിൾ. അവർക്ക് കംഫോർട്ടബിൾ. അപ്പോൾ എന്താണ്, ചിൽഡ്രൻ, ഗ്രാൻഡ് ഫാദർ എല്ലാവരും കൂടി, മദർ അവരൊക്കെ കൂടിയുള്ള ലൈഫാകുമ്പോൾ ഫാമിലിക്ക് ഒരു വലിയൊരു മാനം വരും. അത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു സൂപ്പർ പ്രോജക്റ്റാണ്. ഓക്കെ. അത് പ്രോജക്ട് ലോഞ്ച് ചെയ്തിരിക്കുക, ഓപ്പൺ സെല്ലിംഗ് തുടങ്ങി അല്ലേ? ഓൾറെഡി എനിക്ക് തോന്നുന്നു യൂണിറ്റ്സും ഇനിയിപ്പോ കുറച്ചല്ലേ ഉള്ളൂ. സെല്ലിംഗ് തുടങ്ങി. ഞാനിപ്പോഴാണ് ഭൂമി പൂജയൊക്കെ ചെയ്ത് സെല്ലിംഗ് തുടങ്ങി. പിന്നെ ചെയർമാന്റെ ഈ ഡിപ്പാർച്ചർ വന്നപ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പിന്നെ അവിടെ ഡ്രാഗ് ചെയ്തു. വേണ്ട എന്നുള്ള ഒരു. പക്ഷെ അത് അപ്പോഴും അന്ന് റോഹിത് നമ്മുടെ മരണം നടന്നതിന്റെ അന്നത്തെ ദിവസം അവിടെ എല്ലാ മീഡിയയും ചോദിക്കുന്ന സമയത്തും റോഹിത് മീഡിയ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് we will continue his legacy എന്ന് തന്നെയാണ് പറഞ്ഞത്. nobody needs to actually worry. കാരണം ആ രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മളെ വിട്ട് പോയിട്ടുള്ളതും. അപ്പോൾ ദാറ്റ് വേ നോബഡി ഹാസ് ടു വറി എന്നുള്ള അന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം യു ആർ ദ വൺ ഹു ആക്ച്വലി സെഡ് ദാറ്റ്. അതൊക്കെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പറയുമ്പോൾ, ഇപ്പം നമ്മൾ പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് റോഹിത്തിനെ വിളിക്കുമ്പോഴും ഡോക്ടർ റോയ് എന്നുള്ളേ വരുള്ളൂ മനസ്സിലായി. എപ്പോഴും ഇരിക്കുമ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലെഗസിയുടെ കാര്യം പറഞ്ഞു. വാട്ട് ആർ ദ അതർ പ്രോഡക്ട്സ് ഇൻ ദ ഷെൽഫ് റൈറ്റ് നൗ? അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനിലുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? നമ്മൾക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് 60 lakhs to 3 crores. Of course, yes. പ്രീമിയം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ബഡ്ജറ്റ് മാത്രം ചെയ്യാന്നില്ല. പലർക്കും ഇപ്പോൾ
ഒരാൾക്ക് 70 ലക്ഷത്തിന്റെ വേണം, 80 ലക്ഷത്തിന്റെ വേണം, 1 കോടിയുടെ വേണം, അങ്ങനെ ഇങ്ങനെ വേണമെന്നുണ്ട്. നമ്മുടെ buffet. ഇതെല്ലാം ഉണ്ട്. Everything is there. ആരും നമ്മളെ അടുത്ത് വന്നിട്ട് നിരാശപ്പെട്ടു പോകരുത് എന്നുള്ളൊരു തിയറി. അപ്പൊ എല്ലാ ബ്രാക്കറ്റിലുള്ള സാധനം നമുക്ക് കിട്ടും അവിടെ. സൈസുകള് പ്രോമിനന്റ് പ്ലേസിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ദുബായോ റോഹിത് അടുത്ത പ്രോജക്ട്സിന്റെ കാര്യമായിട്ടുണ്ടോ? So we're planning on launching another one after summer. Okay. So then that will be about 160 units as well. Oh, wonderful. Okay. So again, we're trying to target something which will be a 3-bedroom under 2 million dirham. Wonderful. Yeah. Something affordable as well. That is the concept. But obviously, our finishing and everything, we have the show apartment in the office, and I think you've seen it. Also, Yeah, of course. I've been there. Of yeah. course. Yeah. So the finishing will still be the same standard. Same smart technologies. ലൊക്കേഷൻ എവിടെയായിരിക്കും രോഹിത്? ഏകദേശം ലൊക്കേഷൻ So we're still focusing on the same area, which is Livon. ലിവോൺ. It's next to Silicon Oasis. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചത്, I mean, we all know that we are just getting over the crisis എന്നേ പറയുള്ളൂ. We are not still over it. So how is it? I mean, ആൾക്കാരുടെ ഒരു വാങ്ങുന്ന രീതി അല്ലെങ്കിൽ നാട്ടിലോട്ട് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഈ ക്രൈസിസ് ഉണ്ടായപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയാ കേരളവും ദുബായും ട്വിൻ ബ്രദർ. ഇവിടെ ഒരു നാടൻ ഭാഷയുടെ തലവേദന വന്നാൽ അവിടെ എല്ലാം തലവേദന വരും. ദിസ് അത്രയധികം ബോണ്ടിങ് ആയിട്ടുള്ള. സോ ഇവിടെ വരുന്ന എന്തും അവിടെ അപ്പൊ നമ്മളുടെ എല്ലാവരും പ്രാർത്ഥന അങ്ങനെ സംഭവിക്കല്ലേ. എനിവേ ഇതെല്ലാം ക്ലിയർ ആയി പോകും. അപ്പോ ആ സമയങ്ങളിൽ ഡെഫിനറ്റ്ലി എല്ലാവരും അവരുടെ ഹാർഡ് ഏൺ മണിയാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഒരു അൺസർട്ടണിറ്റി ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവർ നോക്കും. എന്നിട്ടേ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇസ് നോട്ട് മാൻഡറ്ററി ഫോർ ദം റൈറ്റ് നൗ. ഇപ്പൊ അതവിടെ മാറി. ഇപ്പൊ ഈ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നോർമലിലേക്കാണ്. അടുത്ത മാസത്തോടുകൂടി 100% നോർമൽ ആവുന്നു. ഉറപ്പായി അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതെ. അല്ല അത് തന്നെയാണ്. പക്ഷേ ഇപ്പം അറിയാലോ, നമ്മിന്റെ ഡോളർ റേറ്റ് മാറിയിരിക്കുന്നു. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൺവേർഷൻ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ കൺസേൺ റൈറ്റ് നൗ. ബട്ട് ഡോളർ ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. അല്ല, ഡോളർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് തന്നെ FCNR പറഞ്ഞു തുടങ്ങി. എന്തിനാണ് ഗവൺമെന്റ് അത് കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അവരുടെ ആക്ച്വലി ഇന്ത്യ ഗവൺമെന്റ് നമ്മളുടെ ഗവൺമെന്റിന്റെ ഫോറിൻ റിസർവ് കറൻസി റിസർവ് ഇസ് വെരി കം ഡൗൺ അറൌണ്ട് 50 ബില്യൺ ഓഫ് 725 ആയിരുന്നു നേരത്തെ. അതിപ്പോ 650 ആയി. അതിന്റെ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ വരുന്ന കേസ് കിട്ടുന്നുണ്ട്. ഇന്ത്യ ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി. ഈവൺ ഇത് ക്രൈസിസ് ഒക്കെ ഇപ്പോഴും ഉണ്ടായിട്ട് മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് ആണ് ഇന്ത്യനെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത്. കാരണം ഓയിൽ, ഗ്യാസ് ഇതെല്ലാം നമ്മൾക്ക് 90% നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ ഇപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആകുമ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡോളർ വന്നിട്ട് പതുക്കെ ഈ ഇന്ത്യൻ റുപ്പീസ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും. അത് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിനൊക്കെ എടുത്തു വെച്ച് ഇത് 90 ഞാൻ ചെയ്തിട്ടുള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 90 ഞാൻ FCNR ഇട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായി. അല്ല, എനിക്കൊരു സംശയം അത് തന്നെ. അതായത് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റില് NRIയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പങ്കാണല്ലോ. പക്ഷെ ഈ FCNR സ്കീം വരുന്നതുകൊണ്ട് തന്നെ അത് റിയൽ എസ്റ്റേറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അല്ലല്ല, അത് ബാധിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം ഇതിന് ഈ പറഞ്ഞ വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുമ്പോ ഇത്ര പെർസെന്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പൈസ അധികം പോകില്ല പറഞ്ഞു. അതെ, പൈസ അധികം ഇതില്ല. കാരണം ഇന്ത്യൻ റുപ്പീസ് താഴെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇത്
ഈവൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 1991 ഇന്ത്യൻ റുപ്പീസ് ഫ്രീ ഫ്ലോട്ട് അല്ല, കൺട്രോൾഡ് ഫ്ലോട്ടിങ് ചെയ്തത്. അന്ന് ഞാനൊക്കെ അന്ന് ഇവിടെ ഉണ്ട്, ഞാൻ അന്ന് ഇട്ടിട്ട് അപ്പൊ 90-കളിൽ ഡോളർ റേറ്റ് അന്ന് ഇവിടെ 17 റുപ്പീസ് ആയിരുന്നു, 17-18. അത്